ഹായ് എവരി വൺ, ഞാൻ റിങ്കിൾ മുകേഷ്. എൻ്റെ പേര് സനിക സുരേഷ്. ഞങ്ങളിവിടെ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ Q&A സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. First question, what is email marketing? What is its importance? ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ടാർഗറ്റ് മെസ്സേജും പ്രൊമോഷൻസും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇമെയിൽ വഴി നമ്മളോട് സെൻഡ് ചെയ്യുകയാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു പവർഫുൾ വെപ്പനാണ് ബിസിനസ് പീപ്പിളിനെ. നമ്മുടെ ഒരു ഓഡിയൻസിലേക്ക് നമുക്കത് കണക്ട് ചെയ്യാനും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാനും നമുക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പും ഓഡിയൻസായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുകയാണ്. അതുവഴി നമുക്ക് കൺവേർഷനും സെയിലും ഇവിടെ നടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ നമ്മുടെ ബിസിനസ്സിലൊക്കെ ലാർജ് ഓഡിയൻസിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതും ലോ കോസ്റ്റ്ലി. പിന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സക്സസ്ഫുൾ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് ടാർഗറ്റ് ലിസ്റ്റാണ്. നമ്മൾ ഒരു എൻഗേജ്ഡും റെലവൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഓപ്റ്റിൻ ഫോമും സൈനപ്പ് പേജും കസ്റ്റമർ ഇൻട്രാക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണ രീതിയിലായിരിക്കണം നമ്മുടെ സബ്ജക്റ്റ് ലൈൻ. അത് കൂടി നമ്മുടെ റീഡേഴ്സ് നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവർ എൻകറേജ്ഡ് ആണ്. പേഴ്സണലൈസേഷനാണ്. നമ്മുടെ റെസിപ്പിയൻസിൻ്റെ നെയിമും അവരുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുക. പിന്നെ മൊബൈൽ ഒപ്റ്റിമൈസേഷനാണ്. നമ്മുടെ ഇമെയിൽ എപ്പോഴും മൊബൈലും കൂടി വിഷ്വലൈസ് ചെയ്യണ രീതിയിലായിരിക്കണം. ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിലും കൂടി ഫങ്ഷൻ ചെയ്യണ രീതിയിലായിരിക്കണം നമ്മുടെ ഇമെയിലിൻ്റെ ഒരു ഇത് വേണ്ടത്. കണ്ടൻറ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നമ്മുടെ റീഡേഴ്സിനെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതും അവരുടെ പ്രിഫറൻസ് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം. What are some ways to increase your email subscribers? ഇമെയിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് കൊടുക്കുക, വെബ്സൈറ്റിലെ പോപ്പപ്പുകൾ യൂസ് ചെയ്യുക, സൈനപ്പ് ഫോംസ് കൊടുക്കുക, അതുപോലെ തന്നെ കോൺടെസ്റ്റ് ആൻഡ് ഗീവ് അവേ കൊടുക്കുക. ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സഹായിക്കുന്നു. What are the best practices for writing compelling email subject lines? It should be make it short. നമ്മളൊരു 5 to 7 വേർഡ്സിന് എയിം ചെയ്യുക. അതെല്ലാ ഡിവൈസിലും വിസിബിൾ ആക്കാനുള്ള രീതിയിലായിരിക്കണം. പിന്നെ ഏർജൻസി ആയിരിക്കണം. ക്രിയേറ്റ് ഒരു ഏജൻസി ഉണ്ടാക്കണം. നമ്മുടെ റീഡേഴ്സിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്ന രീതിയിലായിരിക്കണം. അതിന് യൂസ് സെൻസിറ്റീവ് ലാംഗ്വേജസ് ലൈക്ക് ഹറിയപ്പ്, ഡോണ്ട് മിസ് ഇറ്റ്, അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. നമ്മുടെ റെസിപ്പിയൻസിൻ്റെ നെയിമും അവരുടെ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ സ്പാമി ലാംഗ്വേജസ് അവോയ്ഡ് ചെയ്യുക. ലൈക്ക് ഫ്രീ നൗ, ബൈ നൗ, അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യാതെ നമ്മുടെ ഇമെയിൽ സ്പാം ഫിൽറ്റേഴ്സിലേക്ക് പോകാനേ ട്രിഗർ ചെയ്യുള്ളൂ. സോ മാക്സിമം അങ്ങനത്തെ വേർഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. What are some common email automation tasks? മെയിനായിട്ടുള്ള ഓട്ടോമേഷൻ ഇമെയിൽ ടാസ്ക് എന്ന് പറയുന്നത് വെൽക്കം ഇമെയിൽസ് വരും, അതുപോലെ തന്നെ റിമൈൻഡിങ് ഇമെയിൽസ് വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാർട്ടിലിട്ടിരിക്കുന്ന ഒരു സാധനം കുറേ നാൾ അത് നമ്മൾ മേടിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിമൈൻഡിങ് ഇമെയിൽസ് വരാറുണ്ട്. ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി പോലുള്ള സ്പെഷ്യൽ ഡേയ്സിൽ മെയിൽ വരും. പിന്നെ പറയാനായിട്ട് റീ എൻഗേജ്മെൻറ്റ് ഇമെയിൽസ്, ആക്റ്റീവ് അല്ലാത്ത ഒരാളെ അതിലിട്ട് എൻഗേജ് ആക്കാനായിട്ട് നമുക്ക് മെയിൽസ് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ഫോളോ അപ്പ് മെയിൽസ്. ഇതൊക്കെയാണ് ഓട്ടോമേഷൻ ടാസ്ക് വരുന്നത്. How to create emails with a high CTR? നമ്മുടെ ഇമെയിലൊരു ഹൈ CTR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുക. ഫസ്റ്റ് തിങ് ആക്ഷനബിളായ കോൾ ടു ആക്ഷൻ ബട്ടണോ ലിങ്കോ നമ്മൾ ആഡ് ഓൺ ചെയ്യുക. സെക്കൻഡ് തിങ് പേഴ്സണലൈസേഷൻ. നമ്മുടെ റെസിപ്പിയൻസിൻ്റെ നെയിമും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പറ്റുകയാണെങ്കിൽ പോസിബിൾ നമ്മുടെ ലൊക്കേഷൻ കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. തേർഡ് തിങ് മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മുടെ ഇമെയിൽസൊക്കെ മൊബൈലിൽ കൂടി ആക്സസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. പിന്നെ ഫോർത്ത് വൺ, വിഷ്വലി നമുക്ക് ഇത് ചെയ്യേണ്ടതായിരിക്കണം, ഐ കാച്ചിങ് ആയിരിക്കണം. ഇമേജസ്, അങ്ങനത്തെ ഇമേജസും ആഡ് ചെയ്യുക. അപ്പോൾ റീഡേഴ്സിന് കുറച്ചും കൂടി അത് എൻഗേജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ സബ്ജക്റ്റ് ലൈനും കണ്ടന്റും കുറച്ചും കൂടി ബെസ്റ്റ് റിസൾട്ട് ഉണ്ടെന്ന് അറിയാം. A/B ടെസ്റ്റിംഗ് യൂസ് ചെയ്യുക. What are the best tools and software for managing and automating email marketing campaigns? ഇമെയിൽ മാർക്കറ്റിങ്ങിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് മെയിൽ ചിമ്പ്. അതൊരു പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്.
പിന്നെയുള്ളത് ഹബ്സ്പോട്ട്. അതൊരു പവർഫുൾ ആയിട്ടുള്ള ഓട്ടോമേഷൻ ടൂളാണ്. പിന്നെ അത് കൂടാതെ വരുന്നതാണ് സെന്റിൻബ്ലൂ, ആക്റ്റീവ് ക്യാമ്പയിൻസ്, കൺവേർട്ട് കിറ്റ്. ഇതൊക്കെയാണ് ഇമെയിൽ മാർക്കറ്റിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്. ഞങ്ങളുടെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ്ലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ബിസിനസ്സൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അതുവഴി നല്ലൊരു കൺവേർഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. താങ്ക് യു ഓൾ.